തലച്ചോറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ? നോക്കാം. പഠനത്തിൻ്റെ പേര് ഫ്രിനോളജി. ശരാശരി ഭാരം 1200 മുതൽ 1400 ഗ്രാം വരെ. കടും നിറമുള്ള പുറം ഭാഗത്തിൻ്റെ പേര് കോർട്ടക്സ. ഇളം നിറമുള്ള ഉൾഭാഗത്തിനെ മെഡുല എന്ന് വിളിക്കാം. തലച്ചോറിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന 3 പാളി സ്തരത്തിനെ മെനിഞ്ചസ് എന്ന് വിളിക്കുന്നു. തലച്ചോറിനെ പ്രധാനമായിട്ടും 5 ഭാഗങ്ങളായി തരംതിരിക്കാം. അതിൽ ആദ്യത്തേത് സെറിബ്രം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കാം. ഭാവന, ചിന്ത, ഓർമ്മ, ബുദ്ധിശക്തി എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രം. 2. കാഴ്ച, കേൾവി, ഗന്ധം, സ്പർശം തുടങ്ങിയ ഇന്ദ്രിയ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രം. 3. നമുക്ക് നിയന്ത്രിക്കുവാനാകുന്ന ചലനങ്ങളായിട്ടുള്ള ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം. 4. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. 5. മസ്തിഷ്കത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗം. രണ്ടാമത്തെ പാത തലാമസ. നോക്കാം. സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗം. രണ്ടാമത്തെ പോയിന്റ് സെറിബ്രത്തിലേക്കും അവിടെ നിന്ന് തിരികെയുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. അതുകൊണ്ട് തന്നെ റിലേ സ്റ്റേഷൻ എന്ന് നമ്മൾ ഇവനെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നിദ്രാവേളയിൽ അഥവാ ഉറങ്ങുന്ന സമയത്ത് സെറിബ്രത്തിലേക്ക് പോകുന്ന ആവേഗങ്ങളെ തടയുന്ന ഭാഗം. സെറിബ്രത്തിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നും വരുന്ന ആവേഗങ്ങളെ തടയുന്ന ഭാഗം. അടുത്തത് വേദന സംഹാരികൾ അഥവാ പെയിൻ കില്ലറുകൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം. മസ്തിഷ്കത്തിലെ മൂന്നാമത്തെ ഭാഗമാണ് ഹൈപ്പോതലാമസ. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, ശരീര താപനില തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഭാഗം. ആന്തരസംസ്ഥിതി പരിപാലനവുമായി ബന്ധപ്പെട്ട ഭാഗം. അന്തസ്രാവി വ്യവസ്ഥയുടെ കൂടി ഭാഗമായി പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം. നാലാമത്തെ ഭാഗം സെറിബെല്ലം. തലച്ചോറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീര തുലനനില പാലിക്കുവാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം. പ്രധാനപ്പെട്ട പോയിന്റ് മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം. അവസാനത്തെ ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. ചുമ, തുമ്മൽ, ഛർദി, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിലെ നാഡീയ പ്രേക്ഷകമാണ് ഗാബ അഥവാ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്. ഇനി നമുക്ക് നമ്മുടെ SSCRT പുസ്തകത്തിലുള്ള തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട 3 രോഗങ്ങളെ കൂടി നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിലൊന്ന് അൽസിമേഴ്സ്, 2 പാർക്കിൻസൺസ്, 3 അപസ്മാരം. കൃത്യമായിട്ട് ടേബിള് നന്നായിട്ട് പഠിക്കാം.